കേരളത്തിൻ്റെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് വളരെ നിസ്സാരമായ പ്രശ്നങ്ങളാണ് കേരളത്തിലെ സർവകലാശാലകളിൽ ഉള്ളതെന്നാണ്. വളരെ നിസ്സാരമായ പ്രശ്നം 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാം എന്നാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടത്. ബഹുമാനപ്പെട്ട 10 മിനിറ്റ് പ്രതിപക്ഷ നേതാവേ, അങ്ങനെ 10 മിനിറ്റിൽ തീരുന്ന പ്രശ്നങ്ങളല്ല ഞങ്ങൾ വിദ്യാർത്ഥികൾ ഈ സർവകലാശാലകളിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. 10 മിനിറ്റ് പ്രതിപക്ഷ നേതാവിനോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, അങ്ങനെ അടുത്ത തവണ ശാഖയിൽ പോകുമ്പോൾ പ്രിയപ്പെട്ട മോഹനൻ കുന്നുമ്മലിനോട് പറയണം, സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ ഇങ്ങനെ പ്രധാനപ്പെട്ട കുറേ വിഷയങ്ങൾ ഉന്നയിച്ച് അവിടെ സമരം ചെയ്യുന്നുണ്ട്. ദയവ് ചെയ്ത് അങ്ങ് പോയി ആ വിദ്യാർത്ഥികൾക്ക് പറയാനുള്ളത് കേൾക്കാൻ തയ്യാറാവണം എന്ന് വൈസ് ചാൻസലറോട് അങ്ങ് പറഞ്ഞാൽ ചിലപ്പോൾ കേൾക്കും. കാരണം നിങ്ങൾ തമ്മിൽ വളരെ നല്ല ബന്ധമായതുകൊണ്ടും നിങ്ങളുടെ ആശയ തത്വ സംഹിത ഒന്നായതുകൊണ്ടും ഏതായാലും VD സതീശൻ ബഹുമാനപ്പെട്ട 10 മിനിറ്റ് പ്രതിപക്ഷ നേതാവ് പറയുന്നതിനെ സ്വീകരിക്കാൻ VC തയ്യാറായേക്കാം. അങ്ങ് പ്രിയപ്പെട്ട കേരളത്തിലെ പ്രതിപക്ഷത്തോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്, ഈ അടിസ്ഥാന വിഷയങ്ങൾ VC കാരണം കേരള സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ നേരിടുന്ന ഈ അടിസ്ഥാന പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ, സമരം ചെയ്യാൻ കേരളത്തിലെ പ്രതിപക്ഷ സംഘടനകൾ കൂടി തയ്യാറാവണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് രാവിലെ ഈ സർവകലാശാല ആസ്ഥാനത്തേക്ക് വന്നപ്പോൾ അവിടെയും ഇവിടെയും കുറച്ച് KSUക്കാർ നിൽക്കുന്ന കണ്ടപ്പോൾ എൻ്റെ കണ്ണ് സത്യത്തിൽ നിറഞ്ഞു. കാരണം ഈ സർവകലാശാലയിൽ സമരം ചെയ്യാൻ KSUക്കാർ എത്തി എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഏതോ വഴിക്ക് പോയ വഴി ഇവിടെ ചായ കുടിക്കാൻ കയറിയതായിരുന്നു KSUക്കാർ എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞതേ ഇല്ല. ഇതുവഴി പോകുമ്പോൾ KSUവിൻ്റെ ഒരു കൊടിയെങ്കിലും താഴെ വീണ് കിടക്കുമായിരിക്കും എന്ന് ഞാൻ വല്ലാതെ പ്രതീക്ഷിച്ചു പോയി. അങ്ങനെ താഴെ ഒരു കൊടി പോലും ഇടാതെയാണ് ഗവർണർക്കെതിരെയും വൈസ് ചാൻസലർക്കെതിരെയും സമരം ചെയ്യാതെ പ്രിയപ്പെട്ട KSUക്കാർ ഇവിടെ നിന്ന് ഒളിച്ചു നടക്കുന്നത്. KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പ്രിയപ്പെട്ട ഞങ്ങളുടെ അലോഷ്യസ് സേവ്യർ ചേട്ടൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് SFI ഫ്രീസറിലാണെന്നാണ്. അലോഷ്യസ് സേവ്യറിന് മറുപടി പറയാനൊന്നും ഈ വിലപ്പെട്ട സമയം ഞാൻ എടുക്കുന്നതില്ല. പക്ഷേ ഒരു കാര്യം പ്രിയപ്പെട്ട KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറിനോട് ഞങ്ങൾ പറയാം, SFI ഫ്രീസറിലാണെന്ന് നിങ്ങൾ കളിയാക്കിക്കോ. SFI ഫ്രീസറിലിരുന്നാലും SFI ഇനി എത്ര കൊടും മഞ്ഞ് പെയ്യുന്ന ശൈത്യഭൂഖണ്ഡങ്ങളിൽ SFI ഇരുന്നാലും വിദ്യാർത്ഥി വിരുദ്ധമായ ഏതെങ്കിലും ഒരു നിലപാട്, ഏതെങ്കിലും ഒരു ഭരണകൂടം, ഏതെങ്കിലും ഒരു വർഗീയവാദി, ഏതെങ്കിലും ഒരു സ്വേച്ഛാധിപതി ഈ കേരളത്തിലോ രാജ്യത്തോ സ്വീകരിച്ചാൽ, ഇനി എത്ര തണുത്തുറഞ്ഞ ഭൂഖണ്ഡത്തിലാണ് ഒരു SFIക്കാരൻ ഇരിക്കുന്നതെങ്കിലും അവൻ്റെ ചോര തിളച്ച്, ആ ചോര തിളച്ച് മുട്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ച് അവൻ ഈ തെരുവോരത്തേക്ക് വരും. ആ സമരമാണ് അലോഷ്യസ് സേവ്യർ ചേട്ടാ ഈ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ നിങ്ങൾ കാണുന്നത്. ഈ കൊടും വെയിലത്തും ഈ കത്തിക്കാളുന്ന സൂര്യന് താഴെയും വർഗീയവാദികൾ അഴിഞ്ഞാടാൻ ശ്രമിക്കുന്ന ഈ കേരളത്തിലെ ഭീകരമായ അന്തരീക്ഷത്തിലും KSUവിൻ്റെ രക്തം തിളയ്ക്കുന്നില്ലെങ്കിൽ അലോഷ്യസ് സേവ്യർ ചേട്ടാ, അത് നിങ്ങളുടെ ജനിതകമായ പ്രശ്നമാണ് എന്ന് KSUക്കാരെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. ഈ കത്തിക്കാളുന്ന വർഗീയതയുടെ വെയിലത്തും KSUക്കാരന് രാഷ്ട്രീയം പറയാൻ, സംഘപരിവാരത്തെ തുറന്നു കാണിക്കാൻ, വർഗീയതക്കെതിരായി ഒന്ന് ശബ്ദമുയർത്താൻ, ഒരു മൂളൽ കൊണ്ടെങ്കിലും ഒരു പരിദേവനം പോലെങ്കിലും ഈ വർഗീയതക്കെതിരെ ഒന്ന് ശബ്ദിക്കാൻ അലോഷ്യസ് സേവ്യറിനും കൂട്ടാളികൾക്കും ആവുന്നില്ലെങ്കിൽ ഒന്നുകിൽ അത് നിങ്ങളുടെ ജനിതകമായ പ്രശ്നമാണ്, അല്ലെങ്കിൽ VD സതീശൻ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് RSS കിട്ടിയ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ RSSകാർ പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങളെ മൂക്കുകയറിട്ട് പിടിച്ച് ഇന്ദിരാഭവനിൽ കെട്ടിയിട്ടിരിക്കാൻ. ഇതിലേതാണ് നിങ്ങൾക്ക് സംഭവിച്ചു പോയത്? ജനിതക മാറ്റമാണോ അതോ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പിടിച്ച് കെട്ടിപ്പൂട്ടിയിട്ടതാണോ എന്ന് പറയേണ്ടവർ നിങ്ങളാണ്. പ്രിയപ്പെട്ട ഞങ്ങളെ KSUവിനോട്, പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ ഉപദേശിക്കാനൊന്നും ഞങ്ങൾ ആളെങ്കില്ലെങ്കിൽ പോലും ചരിത്രം പഠിക്കുന്ന, ശാസ്ത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്ന നിലയിൽ ഒരൊറ്റ വാചകം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾ ഞങ്ങളുടെ സമരങ്ങളെ ഒന്നും ഉദാഹരിക്കണ്ട. നിങ്ങൾ ആ പാവം പിടിച്ച പഴയ നിങ്ങളുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെ ഒന്ന് വായിക്കാൻ തയ്യാറാവണം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ജവഹർലാൽ നെഹ്റുവിനെ ഒന്ന് വായിക്കാൻ തയ്യാറായാൽ, വർഗീയതക്കെതിരെയും മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയും അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ ഒന്ന് കേൾക്കാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങൾക്ക് ഈ കേരളത്തിൽ ഇങ്ങനെ നിശബ്ദമായിരിക്കാൻ കഴിയില്ല. ജവഹർലാൽ നെഹ്റുവിനെ എങ്കിലും വായിക്കാൻ, പഠിക്കാൻ കേരളത്തിലെ KSUക്കാരും കോൺഗ്രസ്സുകാരും തയ്യാറാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സർവകലാശാലയിലെ വിദ്യാർത്ഥികളെ നേരിട്ട് ബാധിക്കുന്ന പ്രധാനപ്പെട്ട 15 വിഷയങ്ങളാണ് ഞങ്ങളോട് ഉന്നയിച്ചിരിക്കുന്നത്. ഇവിടെ പങ്കെടുക്കുന്ന മുഴുവൻ മാധ്യമപ്രവർത്തകർക്കും ഞങ്ങൾ ഈ ചോദ്യങ്ങളുടെ കോപ്പി കൈമാറുകയാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നത്, കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു വിമർശനം ഞങ്ങൾ സൂചിപ്പിച്ചു. ദയവ് ചെയ്ത് റിപ്പോർട്ടർമാർ തെറ്റിദ്ധരിക്കരുത്, നിങ്ങളെപ്പറ്റിയാണ് പറയുന്നത്, നിങ്ങളെപ്പറ്റിയല്ല പറയുന്നത്. കേരളത്തിലെ ചില മാധ്യമ മുതലാളിമാർ സ്വീകരിക്കുന്ന സമീപനമാണ് ഞങ്ങൾ തുറന്നു കാണിച്ചത്. ഇനിയെങ്കിലും ദയവ് ചെയ്ത് ആർജവത്തോടെ കേരളത്തിലെ മാധ്യമപ്രവർത്തകർ VCയോട്, നിങ്ങൾക്ക് എല്ലാ ജില്ലയിലും യൂണിറ്റുകളുണ്ട്, മോഹനൻ കുന്നുമ്മലിനെ നിങ്ങൾക്ക് ലഭിക്കും,
നീ ലഭിച്ചില്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞാൽ മോഹനൻ കുന്നുമ്മലിനെ കണക്ട് ചെയ്ത് തരും. അങ്ങനെ കണക്ട് ചെയ്ത് കിട്ടിയാൽ നിങ്ങൾ ദയവ് ചെയ്ത് SFIക്കാരായ വിദ്യാർത്ഥികൾ അങ്ങയോട് ഇങ്ങനെ 15 ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നു. ഇതിലേതെങ്കിലും ഒന്നിന് അങ്ങയ്ക്ക് ഉത്തരമുണ്ടോ? ഉത്തരം പറയാൻ SFIക്കാരുടെ മുന്നിൽ വരാൻ ധൈര്യമുണ്ടോ എന്ന് മോഹനൻ കുന്നുമ്മലിനോട്, RSSകാരോട്, സംഘപരിവാറുകാരോട് ചോദിക്കാൻ കേരളത്തിലെ മാധ്യമപ്രവർത്തകർ ഉശിരോടെ പ്രവർത്തനം നിർവഹിക്കുന്നവരാകും എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയാണ്. ആ ചോദ്യം ചോദിക്കാൻ നിങ്ങൾ തയ്യാറാവണം എന്ന് വിനീതമായി ഞങ്ങൾ അഭ്യർത്ഥിക്കുക.